ഹായ് ഫ്രണ്ട്സ്, താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖ് രാജിവെച്ചു. അതിനു പിന്നാലെ സംവിധായകൻ രഞ്ജിത്തിന്റെ രാജിയും. പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴുകയാണ്. ഇനി എത്രയെത്ര വിഗ്രഹങ്ങൾ വീഴാനിരിക്കുന്നു. കുറ്റം ആരോപിച്ചിട്ടേ ഉള്ളൂ, അത് തെളിയട്ടെ. പക്ഷെ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇന്നായിരുന്നു അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് രാജിക്കത്ത് നൽകിയത്. യുവനടിയുടെ ഗുരുതര ലൈംഗികാരോപണത്തെ തുടർന്നാണ് സിദ്ദിഖിന്റെ രാജി. സിദ്ദിഖ് തന്റെ രാജി വാർത്ത സ്ഥിരീകരിച്ചു. യുവനടി ഇന്നലെയാണ് സിദ്ദിഖിനെതിരെ ഗുരുതര ലൈംഗികാരോപണം ഉന്നയിച്ചത്. കൂടാതെ റിയാസ് ഖാനെതിരെയും യുവനടി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. യുവനടിയുടെ ആരോപണങ്ങളിൽ പോലീസ് കേസെടുത്തേക്കുമെന്നാണ് സൂചന പുറത്തുവരുന്നത്. സിനിമ മോഹിച്ചെത്തിയ യുവനടിയെ ചെറുപ്രായത്തിൽ പീഡിപ്പിച്ചെന്ന ആരോപണം അതീവ ഗുരുതരമാണെന്ന വിലയിരുത്തലിലാണ് കേസെടുക്കുമെന്ന സൂചന. നടി പരാതി നൽകുകയാണെങ്കിൽ സിദ്ദിഖിനെതിരെ കേസെടുത്തേക്കുമെന്ന് തന്നെയാണ് ലഭിച്ച വിവരം. വളരെ ചെറിയ പ്രായത്തിലാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായതെന്ന് യുവനടി വ്യക്തമാക്കിയത്. ഇപ്പോഴത്തെ അമ്മ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നായിരുന്നു ദുരനുഭവം. പക്ഷേ അത് പുറത്തു പറയാൻ പോലും സമയമെടുത്തു. സിദ്ദിഖ് തന്നെ ശാരീരികമായി പീഡിപ്പിച്ചുവെന്നും യുവനടി വ്യക്തമാക്കി. വലിയ സ്വപ്നങ്ങളോടെയാണ് സിനിമാ മേഖലയിലേക്ക് വന്നത്. +2 കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അയാൾ ബന്ധപ്പെടുന്നത്. ഒരു സിനിമാ പ്രോജക്റ്റ് ഉണ്ടെന്നും സംസാരിക്കാമെന്നും പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത്. ശേഷമായിരുന്നു ആക്രമണം നടത്തിയതെന്ന് നടി വിവരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങളെ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സിദ്ദിഖ് അങ്ങനെയാണെങ്കിൽ ക്രിമിനൽ അല്ലേ എന്ന യുവനടിയുടെ ചോദ്യം ഈ സമൂഹത്തോട് തന്നെയാണ്. നിയമ നടപടി എന്നല്ല, ഇനി ഒന്നിനുമില്ല. അത്രത്തോളം ജീവിതത്തിൽ അനുഭവിച്ചു. പീഡനാനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി. തനിക്ക് മാത്രമല്ല തന്റെ സുഹൃത്തുക്കൾക്കും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും നടി പറഞ്ഞു. ഉന്നതരായ പലരിൽ നിന്നും മോശാനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും സുഹൃത്തുക്കൾ പങ്കുവച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വലിയ പ്രതീക്ഷയുണ്ട്. റിപ്പോർട്ടിന്റെ തുടർ നടപടികളിലാണ് ഇനി വിശ്വാസമെന്നും നടി കൂട്ടിച്ചേർത്തു. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ ലോകത്തെ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.